അഖിൽമാരടക്കം യൂസ് ചെയ്യുന്ന റെഡ് ഹെറിംഗ് എന്താണ്? മാസം 60 രൂപ കാലയാപനം കഴിക്കാൻ കൈപറ്റി സവർക്കർ. ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വേറൊരു ഇഷ്യൂ കൊണ്ടുവന്ന് ആദ്യം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഡിസ്ട്രാക്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ലോജിക്കൽ ഫാലസി അഥവാ ഒരു ടാക്ടിക്സ് ആണ് റെഡ് ഹെറിംഗ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഓഫീസിലിരുന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അയാളോട് പറയുകയാണ്, ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല, കാരണം ഓഫീസിലുള്ളവർക്കെല്ലാം അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോയി വലിക്കൂ. അപ്പൊ അയാൾ നിങ്ങളോട് മറുപടി പറയാണ്, പുറത്തേക്കൂടെ പോകുന്ന വണ്ടികൾ ഉണ്ടാക്കുന്ന പുകയും പൊല്യൂഷനും എല്ലാം ഇതിനേക്കാൾ അപകടകരമാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി പരാതിപ്പെടുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? വണ്ടികൾ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ഡേഞ്ചറസ് തന്നെയാണ്, പക്ഷേ ഓഫീസിൽ സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞതിനല്ല അദ്ദേഹം ഉത്തരം കൊടുത്തത്. ഇതേപോലെ ശരിക്കുമുള്ള ഇഷ്യൂവിനെ അവിടെ നിർത്തിക്കൊണ്ട് വേറെ പല കാര്യങ്ങളും കൊണ്ടുവന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ടോപ്പിക്കിൽ നിന്ന് തന്നെ ഡൈവേർട്ട് ചെയ്യിക്കുന്നതാണ് റെഡ് ഹെറിംഗ്. ആ ഡിസ്ട്രാക്ഷൻസ് കള്ളമാണോ എന്നില്ല, പക്ഷെ ഇറലവന്റ് ആണ്, അതിന് പ്രസക്തിയില്ല. അഖിൽമാരുടെ നിലപാട് മാറ്റം പറയുമ്പോൾ ഗാന്ധിയുടെ നിലപാട് മാറ്റങ്ങളെ പറ്റി പറയും. അഖിൽമാർ ഇവിടുത്തെ കാര്യം അഖിൽമാർ പോകും. അതൊരു ഒറേറ്ററി സ്കില്ലാണ്.